ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായൊരു പ്രവണതയാണ്. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിമോചന മൂല്യത്തെ തകർക്കുന്നതാണ്. അങ്ങനെ ആരുടെയെങ്കിലും പാദം പൂജിച്ചോ കാല് കഴുകിയിട്ട് ആ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവൃത്തിയിൽ കൂടിയോ പ്രത്യേകിച്ചൊരു നേട്ടവും വിദ്യാർത്ഥിക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം തകർത്തിട്ട് അതിന് പകരം ഇതുപോലെയുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം പല കോണുകളിലും നടക്കുകയാണ്. അത്തരം നീക്കങ്ങൾ ശക്തിപ്പെട്ടാൽ, അത്തരം നീക്കങ്ങൾക്ക് വിജയമുണ്ടാവാൻ കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പറയുന്നത് നൃത്തം പാടില്ല, പാട്ട് പാടില്ല, അതുമായി ബന്ധപ്പെട്ട വിനോദങ്ങളൊന്നും പാടില്ല എന്നൊരു ഭാഗത്ത് പറയുകയാണ്. മറുഭാഗത്ത് ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിനെയും ശക്തമായി ചെറുക്കേണ്ടതാണ്. കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അങ്ങേയറ്റം ആശങ്കയോടുകൂടിയാണ് കാണേണ്ടത്. അപ്പം മതരാഷ്ട്രവാദം വന്നു കഴിഞ്ഞാലുണ്ടാവുന്ന അപകടം എന്താണ് എന്ന് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ അതിനൊരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. അത് ശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു നിയമനിർമ്മാണം ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കർശനമായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഗൗരവത്തോടുകൂടി കേരളത്തിൽ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെറുക്കാൻ വേണ്ടി കഴിയുക, അതിനാവശ്യമായിട്ടുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഈ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ബിജെപിയുടെ പുതിയ ഭാരവാഹി പട്ടിക ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ മോഹനൻ കുന്നുമ്മൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കിനി അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ബിജെപി നേരത്തെ വൈസ് ചാൻസലറായിരുന്ന പലരും ഇപ്പോൾ ബിജെപിയുടെ ഭാരവാഹികളായി വരുന്നു. അതായത് മോഹനൻ കുന്നുമ്മലെ പോലുള്ള ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് തിളക്കുന്നത് എന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്നലെ BJP പ്രഖ്യാപിച്ച അവരുടെ ഭാരവാഹികളുടെ പട്ടിക. അപ്പോൾ പൂർവാശ്രമത്തിലെ കുന്നുമ്മൽ ബോയ്സ്, അതാണ് ഇന്നത്തെ ഈ നമ്മുടെ KS രാധാകൃഷ്ണനും മറ്റേ അബ്ദുൾ സലാം ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ സംസ്ഥാന ഭാരവാഹി പട്ടികയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ കുന്നുമ്മൽ ബോയ്സ് ഇനിയും ഉണ്ടാവും. അപ്പോൾ അധികാരത്തിൻ്റെ അപ്പകഷ്ണം കാണിച്ചിട്ട് യൂണിവേഴ്സിറ്റികളിൽ, പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തെറ്റായ നിലയിൽ ഇടപെടാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ഇതിവിടെ മാത്രമല്ല, നേരത്തെ സുപ്രീം കോടതിയിൽ BJPക്ക് സംഘപരിവാരത്തിന് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിമാരെ പിന്നീട് എവിടെയെല്ലാം നിയമിച്ചു എന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ കേന്ദ്ര ഭരണാധികാരികളെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ തങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം സുരക്ഷിതമായ പദവികൾ തങ്ങളെ തേടി വരും എന്നതാണ് അവരെല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് കുന്നുമ്മലിലേക്ക് നയിക്കുന്നത് ഇനിയിപ്പം BJPയുടെ ഏതെങ്കിലും പദവിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമോ തങ്ങൾക്ക് ലഭിക്കും എന്ന ഉറപ്പിന്മേലാണ് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. ശക്തമായ പ്രതികരണം ആ കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണം, സംഘപരിവാർവൽക്കരണം, SFI വലിയ രീതിയിൽ DYFIയും പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇനിയും അതേ അർത്ഥത്തിൽ തന്നെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള നീക്കങ്ങളുമായി DYFI മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വലിയ പിന്തുണയാണ് ഈ സമരത്തിന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യത്തിനപ്പുറം കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങൾ, അത് ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ആളുകൾ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങൾ ബോധ്യമായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഒരു വൈസ് ചാൻസലർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തുന്നു. ഒരു ഗവർണർ ഒരു ഭരണഘടനാ പദവിയിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള RSSൻ്റെ പരിപാടികളിൽ, പ്രാദേശിക പരിപാടികളിൽ മത്സര ബുദ്ധിയോടെ പങ്കെടുക്കുകയാണ്. പിന്നെ വൈസ് ചാൻസലർമാർ അത്തരം പരിപാടികളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസെത്തി. അപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ തീരുമാനപ്രകാരം, സിൻഡിക്കേറ്റാണ് അപ്പോയിൻമെൻറ്റ് അതോറിറ്റി, അപ്പോൾ ആ അതോറിറ്റിയെ ലംഘിച്ചുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് VC നിയമനങ്ങൾ നടത്തുന്നു, മറ്റ് ചില നടപടികൾ കൈക്കൊള്ളുന്നു. അപ്പോൾ ഇതിലൊക്കെ ആരെ തൃപ്തിപ്പെടുത്താനാണ്? യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി എവിടെയാണ്? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭരണപ്രതിസന്ധിയാണ്. അങ്ങനെ ഭരണപ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനേറ്റവും വില കൊടുക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ വിവിധ പാർട്ടിയിൽപ്പെട്ടവരാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല അവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ രക്ഷിതാക്കളെല്ലാം ഒന്നടങ്കം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്തിനാണ് അനാവശ്യമായ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ അതിന് പിന്നിലുള്ള രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങളാകെ തിരിച്ചറിയുന്നു എന്നാണ്
കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ തിരിച്ചറിയാത്ത കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്തത് കൊണ്ടല്ല, അറിയാത്ത ഭാവം നടിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല വിമർശനം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ തന്നെ ഉണ്ടായി എന്നതാണ്. കാരണം SFI അവിടെ സമരം ചെയ്തപ്പോൾ SFIയുടെ ആ സമരത്തെ ഗുണ്ടായിസം എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ എന്ത് ഗുണ്ടായിസമാണ് അവിടെ ഉണ്ടായത്? ഒരു സർവകലാശാല ആസ്ഥാനത്തേക്ക് വിദ്യാർത്ഥികൾ ന്യായമായ ഒരു ആവശ്യം മുൻനിർത്തി നടത്തിയിട്ടുള്ള സമരത്തെ ഗുണ്ടായിസം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ അധിക്ഷേപവും ആ പ്രതികരണവും ആരെ സഹായിക്കാനാണ് എന്നത് കേരളത്തിലെ സാധാരണ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്.